കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച കൊടും ക്രിമിനലുകളെ മാരക ലഹരിമരുന്നായ MDMAയുമായി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ IPSന്റെ ഡാൻസ് ഓഫ് ടീമും ഇരിട്ടി ഇൻസ്പെക്ടർ സിജിത്ത് വിയുടെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പിടികൂടി. കേസിൽ പ്രതികളായ കൊളച്ചേരി സ്വദേശി നിസാർ, ഷമീം എന്ന ചാണ്ടി ഷമീം എന്നിവരാണ് അറസ്റ്റിലായത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് വാഹന പരിശോധന നടത്തുമ്പോഴാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള വാഹനം എത്തിയത്. വാഹനം നിർത്താൻ പോലീസ് സിഗ്നൽ കാണിച്ചുവെങ്കിലും കൈ കാണിച്ച പോലീസുകാരെ വെട്ടിച്ച് കാർ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. തുടർന്ന് ഇരിട്ടി SHO സിജിത്ത് വിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിപിൻ N, SI പ്രവീൺ, ASI ബിജു, SCPO ഷിഹാബുദ്ദീൻ, CPOമാരായ സുധീഷ്, ജോമോൻ, ഡ്രൈവർമാരായ രതീഷ്, ആദർശ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ നിസാമുദ്ദീൻ, അനൂപ്, ഷൗക്കത്ത് അലി എന്നിവരടങ്ങുന്ന പോലീസ് സംഘം ഉടനടി വാഹനത്തെ പിന്തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചു. വള്ളിത്തോട് കുന്നോത്ത് പറമ്പിലെ ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട നിലയിൽ പോലീസ് സംഘം കണ്ടെത്തി. വാഹനം എന്തുകൊണ്ട് നിർത്താതെ പോയി എന്ന് ചോദിച്ചപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോവുകയായിരുന്നു എന്നായിരുന്നു പ്രതികളുടെ മറുപടി. പ്രാഥമിക പരിശോധനയിൽ പ്രതികളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും പോലീസ് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് പിടിയിലായത് സാധാരണക്കാരായ കുറ്റവാളികളല്ലെന്ന് വ്യക്തമായത്. വധശ്രമം, കയ്യേറ്റം, തീവെപ്പ് തുടങ്ങിയ നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ കൊടും ഭീകരനാണ് ഇയാളെന്ന് ക്രിമിനൽ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ 13 കേസുകളും പഴയങ്ങാടി, കണ്ണൂർ ടൗൺ, നാദാപുരം സ്റ്റേഷനുകളിലും നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പ്രതിയായ ഷമീം എന്നയാൾ വളപട്ടണം സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി സ്റ്റേഷനിൽ സൂക്ഷിച്ച 4ഓളം വാഹനങ്ങൾ കത്തിച്ച കേസ്, വധശ്രമ കേസ്, നാദാപുരം SIയെ ഭീഷണിപ്പെടുത്തിയ കേസ്, കയ്യേറ്റം ചെയ്ത കേസ് ഉൾപ്പെടെ 16ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയാണ്. പ്രതികളുടെ അപകടകരമായ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് വാഹനം വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് കാർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി അടിഭാഗം പരിശോധിച്ചപ്പോഴാണ് പോലീസിനെ പോലും ഞെട്ടിച്ച സൂത്രപ്പണി പുറത്തുവന്നത്. കാറിന്റെ അടിഭാഗത്ത് ഒരിക്കലും കണ്ണിൽപ്പെടാത്ത തരത്തിൽ അതീവ സൂത്രത്തോടെ തയ്യാറാക്കിയ ഒരു മെക്കാനിക്കൽ തന്ത്രമായിരുന്നു പ്രതികൾ പയറ്റിയത്. കാറിന്റെ ചേസിനടിയിൽ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് കവറുകളിൽ മാരക ലഹരിമരുന്നായ MDMA പാക്ക് ചെയ്ത് അതിനുശേഷം അയൺ ഭാഗങ്ങളിൽ അതിശക്തമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നിയോഡീമിയം കാന്തങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിൽ കാറിന്റെ അടിഭാഗത്തെ അദൃശ്യമായ സ്പേസ് ഒരു സീക്രട്ട് ലോക്കറാക്കി മാറ്റി അതീവ സാങ്കേതിക മികവോടെ നടപ്പിലാക്കാൻ ശ്രമിച്ച വൻ ലഹരിക്കടത്ത് തന്ത്രമാണ് ഇരിട്ടി പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും നിരീക്ഷണ പാടവത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത്. ലഹരിക്കടത്തിന് പിന്നിലെ വൻ ശൃംഖലയെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും ഇരിട്ടി പോലീസ് അറിയിച്ചു.